ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ പുജാസിൻ. ഇന്നത്തെ വീഡിയോ എക്സീമ അല്ലെങ്കിൽ വിചർച്ചിക എന്ന് ആയുർവേദത്തിൽ കോറിലേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ കുറിച്ചാണ്. എക്സീമയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എക്സീമ ലക്ഷണങ്ങൾ, അത് ആർക്കൊക്കെയാണ് കൂടുതൽ വരാനുള്ള ചാൻസസ്, അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇന്ന് ചികിത്സകളുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എക്സീമ എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സീമ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കിന്നിൽ വരുന്ന അല്ലെങ്കിൽ തൊലിപ്പുറത്ത് വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കത്തിനെയാണ് എക്സീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചിൽ തന്നെയാണ്. രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അസഹനീയമായ ചൊറിച്ചിൽ. അതുപോലെ തന്നെ ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു ചുവന്ന പാടുകളായിട്ട് ത്വക്കിൽ വരികയും പിന്നീട് അത് നന്നായിട്ട് ചൊറിഞ്ഞ് അടന്ന് അത് ഹീലായതിന് ശേഷം അത് കട്ടിയായിട്ട് സ്കിന്ന് നല്ല കട്ടിയായിട്ട് വരികയും കറുത്ത നിറത്തിൽ കാണുകയും ചെയ്യുന്നതിനാണ് നമ്മൾ പ്രധാനമായിട്ട് എക്സീമ എന്ന് പറയുന്ന കണ്ടീഷൻ. എക്സീമ തന്നെ പല രീതിയിൽ ടൈപ്പിലുള്ളതുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആണ്. ഇത് ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടെങ്കിൽ ആ ജീൻ കുട്ടികളിലേക്ക് പോകുന്നത് വഴി അത് കുട്ടികൾക്ക് ഇൻഫൻറ്റൈൽ എക്സീമ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഇതുപോലെ ചൊറിച്ചിലും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള സാധനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷി നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇത് എക്സീമ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കും ഇതുപോലെ രോഗപ്രതിരോധ ശേഷി നമുക്ക് ഹാംഫുൾ അല്ലാത്ത സബ്സ്റ്റൻസിൽ, അതായത് ദോഷകരമല്ലാത്ത സാധനങ്ങളെ പോലും ദോഷകരമായിട്ട് കണ്ടതിന് ശേഷം അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് വഴിയാണ് എക്സീമ പോലുള്ള നീർക്കെട്ടുകൾ സ്കിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇത് ജനിതകമായിട്ടും നമുക്ക് ഇതുപോലെ എക്സീമ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇതിന് ആയുർവേദത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണെന്നെ കുറിച്ച് നോക്കാം. എക്സീമ അല്ലെങ്കിൽ വിചർച്ചിക എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്ക് പ്രധാനമായിട്ടും ഉള്ളിലേക്ക് എടുക്കുന്ന മരുന്നുകളാണ് കൂടുതൽ ഫലപ്രദം. ഇതിന് പുറമേ പുരട്ടുന്ന ഔഷധങ്ങളും ഉണ്ടെങ്കിലും ഇൻറ്റേർണലായിട്ടുള്ള, അതായത് ഉള്ളിലേക്ക് സേവിക്കുന്ന കഷായങ്ങൾ, ഘൃതങ്ങൾ അല്ലെങ്കിൽ നെയ്യ്, അതുപോലെ തന്നെ അരിഷ്ടങ്ങൾ, ഇത് പൊടികൾ, ചൂർണങ്ങൾ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള ആദ്യത്തെ ഘട്ട ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലെ ആ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേപ്പ്, ചിറ്റമൃത് പോലുള്ള ഔഷധങ്ങൾ ചേർന്നിട്ടുള്ള അരിഷ്ടങ്ങൾ, അതുപോലെ തന്നെ കഷായങ്ങൾ, പൊടികൾ, ഇതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കുന്നത് വഴി നമ്മുടെ രോഗിയുടെ ഉള്ളിലുള്ള ആ ഒരു അഗ്നിബലം, അതായത് ആ ഒരു ഡൈജസ്റ്റീവ് പവർ ഇൻക്രീസ് ചെയ്യാനും നമ്മൾ ഇനി പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസ് ബോഡിയിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ആദ്യം ഇതുപോലുള്ള കാർമിനേറ്റീവ് ആയിട്ടുള്ള, അതായത് ഡൈജഷനെ കൂട്ടുന്ന ഔഷധങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ദഹിക്കാൻ പാടുള്ള നെയ്യ് പോലുള്ള പ്രിപ്പറേഷൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള നെയ്യ് ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. അതുപോലുള്ള നിങ്ങൾ ആയുർവേദ ഡോക്ടറിനെ സമീപിച്ചതിന് ശേഷം അത് വാങ്ങി നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്. ആ ഘൃതം നെയ്യ് ഒരു ചെറിയ അളവിൽ നമ്മുടെ ബോഡിയിലേക്ക് ദഹിക്കാൻ പാടുള്ളതാണെങ്കിൽ പോലും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് പവർ, അതായത് ദഹനാവസ്ഥ കൂട്ടുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ സേവിച്ചുകൊണ്ട് തന്നെ ഈ നെയ്യ് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ പിടിക്കുകയും അതുവഴി നമ്മുടെ എക്സീമ പോലുള്ള ഡ്രൈ സ്കിന്നായിട്ടുള്ള കണ്ടീഷൻ മാറിക്കിട്ടുകയും തൊലിപ്പുറം നല്ല ടെക്സ്ചറായിട്ട്, അതായത് അതിൻ്റെ ഒരു തൊലിപ്പുറത്ത് ആ ഒരു ഡ്രൈനെസ്, വരണ്ട അവസ്ഥ മാറിക്കിട്ടുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വയറിളക്കുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. വിരേചനം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് പൊടികൾ അവൈലബിൾ ആണ്. ആയുർവേദത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഔഷധ പൊടികളുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ വയറിളക്കി കളയുകയാണ് ചെയ്യുന്നത്. ഇത് ഈ 3 സ്റ്റെപ്സിലായിട്ടാണ് നമ്മൾ ഒരു ആയുർവേദത്തിൽ നമുക്ക് വിചർച്ചിക
രീതിയിലുള്ള ചികിത്സ പറയുന്നത്. അതിൽ വിരേചനം ചെയ്യുന്നത് വഴി നമ്മുടെ ഒരു അസുഖം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് വയറിളക്കാനുള്ള പൊടി കൊടുക്കുന്നത് വഴി നമ്മൾ അവസാന ഘട്ടത്തിൽ അത് കൊടുക്കുന്നത് വഴി ഈ വിചർച്ചിക എന്ന് പറയുന്ന എക്സിമ എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 3 മാസമെങ്കിലും ഔഷധങ്ങൾ സേവിക്കുന്നത് വഴി, പ്രത്യേകിച്ച് പഥ്യം കൂടെ സ്വീകരിക്കുന്നത് വഴി നമുക്ക് ഈ അസുഖം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ആയുർവേദത്തിലൂടെ.